ഹലോ, നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രൊമോ കുറച്ച് കിട്ടാൻ വൈകി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ലേറ്റായി പോയത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശേഷത്തിലോട്ട് കിടക്കാം കേട്ടോ. അതെ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തന്നേക്കണേ. അതിനോടൊപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സീരിയലിൻ്റെ ഇടുന്ന പ്രൊമോസൊക്കെ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ടൈമിൽ എത്തിക്കോളും. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെ ഒരു സ്റ്റോറിയാണ് ഇപ്പോഴത്തെ സീനിൽ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ആ ഒരു സ്നേഹനികേതത്തിൻ്റെ നികേതത്തിൽ നിന്ന് വിവരം അറിഞ്ഞ് ഒരു രമേശൻ നായർ വന്നായിരുന്നല്ലോ നമ്മുടെ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്ത്. ഈ രമേശൻ നായർ നേരെ പിന്നെ പോണത് ത്യാഗഭവനോ അങ്ങനെ ഏതോ നമ്മുടെ ചിന്നുകുട്ടി നിൽക്കുന്ന ആ ഓർഫണേജിലാണ് പോണത്. അപ്പം പുള്ളിക്ക് ഈ കുട്ടികളെ പല പല സ്ഥലത്താക്കിയ വിവരം അനുസരിച്ചിട്ടാണ് ഈ രമേശൻ നായർ ഇങ്ങനെ ഓരോ ഓർഫണേജിൽ പോയി നോക്കണത്. കാരണം അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 17-18 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ഈ രമേശൻ നായർ ഇങ്ങനെ നോക്കി ഇരിക്കുന്നത്. അങ്ങനെ അയാൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചിന്നുമോള് കുഞ്ഞു കുട്ടിയില്ല, അപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പാലയിൽ ഇങ്ങനെ രേവതി കുട്ടി എന്ന പേരുള്ളൊരു കുട്ടി വയസ്സ് പറഞ്ഞത് വെച്ചിട്ട് ആ കുട്ടിയാണ് കൂടുതൽ ചാൻസ്. അലീന എന്ന് പറഞ്ഞ കുട്ടിക്കൊരു 22 വയസ്സുണ്ട്. അപ്പോൾ ഇയാളുടെ കണക്ക് കൂട്ടൽ വെച്ചിട്ട് രേവതി കുട്ടിയുടെ പ്രായമാണ് ഈ രമേശൻ നായരുടെ വർഷങ്ങൾക്ക് മുമ്പേ അവർ ഓർഫണേജിൽ ഏൽപ്പിച്ച കുട്ടിയുടെ പ്രായം. അപ്പം സിസ്റ്റർ പറഞ്ഞു, അങ്ങനെ അവിടെ ചെന്നപ്പോൾ വിവരമൊന്നും കിട്ടിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ പാലയിൽ ചെന്നപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞത് ഇവിടെയുള്ള രേവതി എന്ന് പറയുന്നത് ഒരു കുട്ടിയല്ല, അതൊരു സ്ത്രീയാണ്, 36 വയസ്സുള്ളതാണെന്ന്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, 36 വയസ്സോ? അവിടെയുള്ള രേവതി കുട്ടിക്ക് 10-18 വയസ്സാണല്ലോ എൻ്റെ അറിവിലുള്ള രേവതി കുട്ടി. ഇനി വീടെങ്ങനെ അല്ല, ഈ പറഞ്ഞ അതേ അഡ്രസ്സിൽ തന്നെയാണ് സിസ്റ്ററെ ഞാൻ പോയി നോക്കിയെന്ന് ഈ രമേശൻ നായർ പറയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അപ്പച്ചൻ ഇവിടെ തന്നെ ഇരിക്കുക, ഞാനൊന്ന് ഫോൺ വിളിച്ച് ഈ പറഞ്ഞ പാലയിലെ വീട്ടിലൊന്ന് വിവരങ്ങൾ തിരക്കട്ടെ, അവിടെ ഇല്ലേ, ഈ പറഞ്ഞ അഡ്രസ്സിലൊക്കെ ആണോ പോയെന്നുള്ളതൊക്കെ ഞാൻ തിരക്കട്ടെ. അങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലണ സമയത്ത് ചിന്നുകുട്ടീനെയും കൂടെ ചേർത്ത് നിർത്തിയാണ് സിസ്റ്റർ ഫോൺ ചെയ്യുന്നത്. അങ്ങനെ ഫോൺ എടുക്കുന്ന നമ്മുടെ രേവതിക്കുട്ടി കോളേജിൽ നിന്നൊക്കെ പോയി വന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഫോൺ എടുത്തപ്പോൾ ഇന്ന സ്ഥലത്താണ് ഇങ്ങനെ രേവതിക്കുട്ടി അല്ലേന്ന് പറഞ്ഞു. അപ്പം ഫോൺ വന്നപ്പോൾ തന്നെ രേവതിക്കുട്ടിക്ക് മനസ്സിലായി ചിന്നുകുട്ടിയുടെ ഓർഫണേജിനാണെന്ന്. കാരണം ആ നമ്പർ സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ചിന്നുകുട്ടി എന്തേ സിസ്റ്റർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കണോ, ഒന്ന് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റർ ഫോൺ കൊടുത്ത്, ഹലോ രേവതി ആൻറ്റി, ഞാനാ എന്നൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു ഉമ്മ തന്നെ ചിന്നുകുട്ടി, മാമൻ കഴിച്ചോ, പിന്നെ കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ടോ. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ രേവതി ആൻറ്റീൻ്റെ അടുത്ത് ചിന്നുകുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞ് ഇനി സിസ്റ്റർ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ചിന്നുകുട്ടിയുടെ നിന്ന് ഫോൺ വാങ്ങിയിട്ട് രേവതിയായിട്ട് സംസാരിക്കണം. അതെ മോളെ, നിങ്ങളുടെ വീട്ടിൽ ഒരു രമേശൻ നായർ എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ വയസ്സായ ആളാണ് ഇന്നത് വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അവിടെ വന്നപ്പോൾ രേവതി കുട്ടിയെ ചോദിച്ചപ്പോൾ അവിടെ ഉള്ള അവർ പറഞ്ഞത് ഒരു 10-36 വയസ്സുള്ളൊരു ആളാണ്, അവരിവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്. ആണോ? അപ്പോൾ രേവതി കുട്ടി അതിശയിക്കുകയാണ്, അങ്ങനെ ഒരാൾ വന്നതായിട്ട് പറഞ്ഞ് കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ അവിടെ നിന്ന് ആ ആൾ നേരെ ഇവിടെ വന്നു. അതായത് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഒരു കുഞ്ഞിങ്ങനെ ഒരു സ്നേഹനികേതനിലെ ഓർഫണേജിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ് വെച്ച് വരുമ്പോൾ വയസ്സ് ഏകദേശം മോളുടെ രേവതി കുട്ടിയുടെ പ്രായമായിട്ട് ആണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് അയാൾ അപ്പച്ചൻ അവിടെ വന്നപ്പം ഇങ്ങനത്തെ ഏജിൻ്റെ ഒരു 36 വയസ്സെന്ന് പറയുമ്പം പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ആ അപ്പച്ചൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്നേഹനികേതത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയല്ലേ ഉള്ളൂ, ചിന്നുകുട്ടി, അത് കുഞ്ഞല്ലേ. അപ്പോൾ അതല്ല, അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മോളെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു. ആ അപ്പച്ചി ഇവിടെ ഇരിപ്പുണ്ട്, എന്തായാലും ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കി വെക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി കുട്ടി പറഞ്ഞാൽ ശരി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടിക്ക് ആകെ ഒരു ഇതായിപ്പോയി. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഗ്രേസമ്മയും മാമച്ചനും എൻ്റെ അടുത്ത് നിനക്ക് ഇനി ഒരു കുടുംബമായിട്ടൊക്കെ ആരെങ്കിലും അച്ഛനോ അമ്മയോ ഒക്കെ മോളെ നിന്നെ തിരക്കി വന്നാൽ നീ ഞങ്ങളെ ഇട്ടിട്ട് പോകുമെന്നൊക്കെ ഇന്ന് കോളേജിൽ പോയിട്ട് വന്നപ്പം തൊട്ട് രണ്ടും കൂടെ എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോഴേ രേവതി കുട്ടിയിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തോ പന്തികേടുണ്ടെന്ന്. അപ്പോൾ രേവതി കുട്ടിക്ക് ആകെ ഒരു ഇതായിപ്പോയി. രേവതി കുട്ടി നേരെ ഫോണൊക്കെ വെച്ചിട്ട് നേരെ ഗ്രേസിൻ്റെ അടുത്തും മാമച്ചൻ്റെ അടുത്തും ചെന്നു. അതെ, 2 പേരും ഒന്നിങ്ങി വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. ഇന്ന് എന്നെ തിരക്കി ഏതെങ്കിലും പ്രായമുള്ളൊരു അപ്പച്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ഉടൻ തന്നെ നമ്മുടെ ഗ്രേസ്, ആര്, എപ്പോൾ,
ആ, എന്തേ നീ അങ്ങനെയൊക്കെ ചോദിക്കണേന്ന് ചോദിക്കുക. അതെ, ഇവിടെ വന്ന ആൾ നേരെ ചിന്നുക്കുട്ടി നിൽക്കുന്ന ഓർഫണേജിൽ എന്നെയും തിരക്കി അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എന്തിനാ എന്നോട് കള്ളം പറയണേ? എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഇപ്പം എന്നെ തിരക്കി എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ആരോ ഒരാൾ പ്രായം ചെന്ന് ഇത്രയും ദൂരം നിന്ന് വന്നില്ല, എന്തിനാ അയാളടുത്ത് കള്ളം പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ആകെ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അപ്പം മാമച്ചൻ പറഞ്ഞു, മോളടുത്ത് കള്ളം എന്നെ ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടിയും പറഞ്ഞു, എന്നോട് അങ്ങനെയാണോ നിങ്ങൾ എന്നെ കണ്ടേക്കണേ? എൻ്റെ അടുത്തും അപ്പോൾ നിങ്ങൾ ഇനിയും പല കാര്യങ്ങളും ഒളിച്ചു വെക്കില്ലേ? എല്ലാം തുറന്നും പറയാറില്ലേ നമ്മൾ? പിന്നെ എന്തിനാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒളിച്ചു വെച്ചതെന്നും പറഞ്ഞ് രേവതിക്കുട്ടി പ്രയാസപ്പെട്ട് റൂമിലോട്ട് പോയിട്ടോ. അപ്പം മാമച്ചനും ഗ്രേസിനും ആകെ വിഷമമായി. അപ്പം ഗ്രേസമ്മ പറഞ്ഞു, അതെ, എന്തായാലും അവൾ നമ്മളെ വിട്ടിട്ട് പോയില്ല, ഇനി നമുക്ക് അവളുടെ അടുത്തൊന്നും ഒളിച്ചൊന്നും വെക്കണ്ട, കാര്യങ്ങൾ ചെന്ന് നമുക്ക് അവളുടെ അടുത്ത് പറയാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാട്ടോ റൂമിലോട്ട്. ചെന്നിട്ട് അവർ വന്ന കാര്യങ്ങളും ഇങ്ങനെ രമേശൻ നായരെന്ന പേരുള്ള ഒരു പ്രായമായ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ പ്രായം വെച്ചിട്ട് ഏകദേശം നിൻ്റെ ഏജൊക്കെ ആയിരുന്നു. അപ്പം നിന്നെ തേടി വന്ന് ഇനി കൊണ്ടുപോയാലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, 36 വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ ഇല്ല എന്നൊക്കെ കള്ളം പറഞ്ഞു രേവതിക്കുട്ടി എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടമല്ല തോന്നിയത്. രേവതിക്കുട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും രേവതിക്കുട്ടീനെ സ്നേഹിക്കുകയല്ലേ അവർ. അപ്പോൾ രേവതിക്കുട്ടി അങ്ങോട്ട് സങ്കടം കൊണ്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ആര് വന്നോട്ടെ എന്ത് വന്നോട്ടെ, എന്നാലും ഞാൻ നിങ്ങളെ ഇട്ടേച്ച് പോവോ, എന്നാലും എന്നോട് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയുടെ സ്റ്റോറി ഏകദേശം ഇത്രയും കാണിച്ചിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വൈജയുടെയാണ്. വൈജയനെ ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശമൊക്കെ ഡിസ്ചാർജ് ചെയ്യാറായി. നമ്മുടെ അലീന നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നേഴ്സുമാർ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല രീതിയിലുള്ള കെയറിങ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഉഷാറാക്കണം കേട്ടോ. പക്ഷേ ഒരുപാട് ഇടങ്ങേറ് പെടാണ്. കാരണം എന്ത് ചെയ്താലും ഇഷ്ടമല്ല വൈജയ്ക്ക്, തട്ടിമാറ്റലും. എന്നാലും എല്ലാം അറിഞ്ഞ് അലീന ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ വൈജയനെ സുഖം പ്രാപിച്ചെടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇവിടെ വീട്ടിൽ നമ്മുടെ രാജീവനും ശിവശങ്കരനും ഗംഗാധരനും കൂടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ഇനിയിപ്പോൾ വൈജ എന്താ ചെയ്യണേ? വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി കഴിയുമ്പോൾ നേരെ ഇങ്ങോട്ട് വരാൻ, അതായത് ഇവർ തറവാട്ടിൽ വരാനായിട്ടിരുന്ന കടപ്പാട്ട് വീട്ടിലോട്ട് വരാനായിരിക്കുന്നത്. പക്ഷെ അത് പറ്റില്ല, നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് തന്നെ വിടണം. പിന്നെ അലീനയുടെ അടുത്ത് നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ വൈജ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇത്രയും മാറ്റം വന്നത്? അപ്പോൾ അതിനൊക്കെ എന്ത് പറയും? ശിവശങ്കരൻ പറയുന്നത്, നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തന്നെ വേണം. എന്തായാലും നമുക്ക് അലീനെ ഇനി ഇറക്കി വിടാൻ പറ്റില്ല. നമ്മുടെ വൈജ പ്രസവിച്ച കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞു പോലെയാണ് അവളും. ബാക്കി നമുക്ക് രോഹിത്തും ബബിതയും കൃഷ്ണമോളും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് അലീനയും. അതുകൊണ്ട് അവൾക്ക് എല്ലാ സംരക്ഷണവും നമുക്ക് കൊടുക്കണം. എന്തായാലും വൈജ കാര്യങ്ങളൊന്നും അറിയാണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം എന്നിങ്ങനെ അവർ മൂന്നുപേരും കൂടെ ആലോചിക്കണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഹരി കയറി വരികയാണ്. അപ്പോൾ ഹരി വരുമ്പോൾ ഹരീനെ വിളിച്ചിട്ട് ഗംഗാധരൻ പറയും, ഹരി, നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇനി നീ ആ നെടുമ്പുരയ്ക്ക് ബാലേന്ദ്രൻ്റെ വീട്ടിൽ ചെന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. അലീനെ നിൻ്റെ സ്വന്തം പെങ്ങളെ പോലെ കണ്ടോണം. അപ്പോൾ ഹരി ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു പ്ലേറ്റ് മാറ്റം? ഇപ്പോൾ അവളെ തട്ടിക്കൊണ്ട് പോകണം, കിഡ്നാപ്പ് ചെയ്യണം, ഇറക്കി വിടണമെന്നൊക്കെ പറഞ്ഞ് നിന്നവരാണോ ഈ പറയണത്? നീ പറയണ അങ്ങോട്ട് കേട്ടാൽ മതി, വേറെ ഇങ്ങോട്ട് വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. ഇനി മുതൽ നീയായിട്ടൊരു പ്രശ്നത്തിനോ ഒരു കുഞ്ഞായ്മയ്ക്കോ നീ പോകണ്ട. നീ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ ഇനി മേലാൽ അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് താക്കീതുപോലെ ശിവശങ്കരനും കൊടുക്കുന്നുണ്ട്, ഗംഗാധരനും കൊടുക്കുന്നുണ്ട്, രാജീവും പറയുന്നുണ്ട്. ഇത് ഇഷ്ടപ്പെടാണ്ട് നമ്മുടെ ഹരി റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകണം കേട്ടോ. എൻ്റെ ഹരി നേരെ ചെന്നിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തും ബബിതയുടെ അടുത്തും പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് ആകെ ഒരു ഇവർക്കൊക്കെ എന്ത് പറ്റി? ചെറിയച്ഛനും അങ്കിളും അവരൊക്കെ എന്താ ഇങ്ങനെ പെട്ടെന്ന് മാറ്റം വന്നേ? അറിയില്ല, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഹരി അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ ഇവരുടെ അടുത്ത് ഹരിയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തും അവർ മൂന്നുപേരും കൂടെ ഹരിശങ്കറും ഗംഗാധരനൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയിപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകണം, ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ബന്ധം നിങ്ങളല്ലേ മക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്, അതെ അവർ രണ്ടായിട്ട് നിൽക്കണോ? അലീന ഉള്ള വീട്ടിൽ ഞങ്ങൾ പോവില്ല എന്ന് ഉടൻ തന്നെ ബബിത പറഞ്ഞു. അങ്ങനെ വാശി പിടിക്കേണ്ട. അലീനയുടെ കേസും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അലീന എന്തായാലും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല, ബാലചന്ദ്രൻ വിടത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വലിയ വാശിയും വൈരാഗ്യമൊന്നും കാണിക്കേണ്ട, നിങ്ങൾ നേരെ വീട്ടിലോട്ട് പൊക്കോളാം. അമ്മ ഡിസ്ചാർജ് ആയിട്ട് നേരെ അങ്ങോട്ട് അമ്മ ഒരിക്കലും അവിടെ പോവില്ല, അലീന ഉള്ള വീട്ടിൽ അമ്മ എന്തായാലും പോവില്ല, അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. അങ്ങനെ
പറഞ്ഞപ്പോഴത്തേക്ക് രോഹിത് ചോദിച്ചു, ഞങ്ങളിവിടെ നിൽക്കുന്നത് അങ്കിളിനൊന്നും വലിയ ചെറിയച്ഛനൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾക്ക് ഞങ്ങളൊരു ബാധ്യത. അപ്പോൾ ഗംഗാധരൻ പറയാം, മക്കളെ ബാധ്യത ആയതുകൊണ്ടല്ല, നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് അത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സോറി കേട്ടോ, തൊണ്ടയ്ക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറായി പറ്റുള്ളൂ. വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കണ്ട. അലീന നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ നിങ്ങൾ കണ്ടോളൂ. എന്തിനാണ് ഈ വൈരാഗ്യവും ദേഷ്യവും നിങ്ങളെ കാണിക്കുന്നത്? എന്തെങ്കിലും ശത്രുത നിങ്ങളോട് ആ കുട്ടി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നു, വസ്ത്രങ്ങളാക്കി തരുന്നു, നിങ്ങൾ വസ്ത്രം കഴുകി അയൺ ചെയ്ത് എല്ലാം ചെയ്തു തരുന്നു. പിന്നെ എന്ത് ശത്രുതയാണ് ആ കുട്ടി നിങ്ങളോട് കാണിച്ചത്? നിങ്ങൾ കാണിച്ചതോ? നിങ്ങൾക്ക് അറിയാലോ, ഓരോരുത്തരും കാണിച്ച എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് ഗംഗാധരൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആകെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഇവർ ഉപദേശമൊക്കെ കൊടുത്ത് പോവാണ്. അത് കഴിഞ്ഞിട്ട് കമല വന്നിട്ട് പറയാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് അറിഞ്ഞൂടാ. 3 പേരും ശിവേട്ട ഉൾപ്പെടെ ഗംഗേട്ടൻ രാജീവ് ഉൾപ്പെടെ പ്ലേറ്റ് മാറിയിട്ടുണ്ട്. ഇവൾ എന്ത് കൈവിഷമാണ് കൊടുത്തതെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കമല പറഞ്ഞു, എന്തായാലും മക്കളെ നിങ്ങൾ വീട്ടിൽ തന്നെ പറഞ്ഞു വിടും. ഇനിയിപ്പോൾ അതിൽ ഒരു പിടുത്തമില്ല. വൈജയനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി നേരെ ബാലേന്ദ്രൻ്റെ അടുത്താണ് കൊണ്ടുപോകുന്നത്. ഇതെങ്ങനെ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ കാലെടുത്ത് കുത്തൂലെന്നും പറഞ്ഞ് നിൽക്കുന്നവളാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇതെന്താ സംഭവിച്ചതെന്നുള്ളതും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ എപ്പിസോഡിലൊക്കെ വരുന്ന ഒരു ഇൻട്രോ ഇതൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വൈജയന്തിയുടെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന്. എന്തായാലും വൈജയന്തി ഇപ്പോൾ അത്യാവശ്യം സംസാരിച്ച് നടന്നുകൊണ്ടുള്ള രീതി വന്നു തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും അലീനയുടെ കഷ്ടപ്പാടായിരിക്കും ഇനി. കാരണം എന്തെന്ന് വെച്ചാൽ അലീന ഇനിയിപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം വൈജയന്തിക്ക് തോന്നും. കാരണം എന്ന് വെച്ചാൽ വൈജയന്തി തോറ്റു തുന്നമ്പാടി വന്ന് കയറും പോലെയാണ് ഇപ്പം ഡിസ്ചാർജായി ബാലേന്ദ്രൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യവും പാശിയും മൊത്തം എന്തായാലും വൈജയന്തി അലീനയുടെ അടുത്ത് കാണിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും അലീനയുടെ ജീവിതം തീർന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ മുത്തശ്ശിയുടെ അടുത്ത് ഗംഗാധര രാജീവും എല്ലാം ഇങ്ങനെ അലീന ആരാണെന്നും ആ സത്യമൊക്കെ മുത്തശ്ശി അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മനുവിൻ്റെയും അലീനയുടെയും വിവാഹ സംബന്ധമായ ചർച്ചകളൊക്കെ വരുന്നുണ്ട്, വരും എപ്പിസോഡുകളിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ നല്ല അടിപൊളി ട്വിസ്റ്റോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും നമ്മുടെ പ്രൊമോസൊക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും മറന്നുകൊണ്ട് കേട്ടോ. കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരും കമൻറ്റൊന്നും ഇടാറില്ല, അതുകൊണ്ടാട്ടോ. 1-2 കമൻറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷമില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട്, കമൻറ്റ് ചെയ്യാൻ മറന്നുകൊണ്ട്, പുതുതായിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് കരുതുന്നു, ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവർക്കും ഹാപ്പി ഡേ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.